ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഈ വരുന്ന ഓഗസ്റ്റ് 15 മുൻപായിട്ട് ഈ KYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് ഗ്യാസ് ലഭിക്കുകയോ പുതിയ ബുക്കിംഗ് സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന തരത്തിലുള്ള അറിയിപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇതുവരെ KYC നടപടികൾ പൂർത്തിയാക്കാത്ത എല്ലാ ഉപഭോക്താക്കളും ഉടൻ തന്നെ KYC ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 2022 കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ഗ്യാസ് ഉപഭോക്താക്കളോടും ഈ KYC ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എങ്കിലും അന്നത് നിർബന്ധമാക്കിയിരുന്നില്ല. എന്നാൽ സമീപകാലത്തുണ്ടായ പശ്ചിമേഷ്യൻ യുദ്ധവും തുടർന്നുണ്ടായ രാജ്യത്തെ ഗ്യാസ് ക്ഷാമവും മുൻനിർത്തിയാണ് ഇപ്പോൾ KYC കർശനമാക്കിയിരിക്കുന്നത്. ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവർ തന്നെയാണ് KYC നടപടികൾ പൂർത്തിയാക്കേണ്ടത്. കണക്ഷൻ ഉടമ വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലില്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലോ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിലോ റേഷൻ കാർഡിലെ മുതിർന്ന അംഗത്തിന്റെ പേരിലേക്ക് ഗ്യാസ് കണക്ഷൻ ഉടൻ മാറ്റുകയും അവരുടെ പേരിൽ KYC പൂർത്തിയാക്കുകയും ചെയ്യേണ്ടതാണ്. കണക്ഷൻ പുതിയ ആളുടെ പേരിലേക്ക് മാറ്റുമ്പോൾ അവരുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ തന്നെ ഗ്യാസ് ബുക്കിങ്ങിനായിട്ട് രജിസ്റ്റർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാസ് ബുക്ക് ചെയ്ത് 2 ദിവസത്തിനകം ഡെലിവറി നടന്നിട്ടില്ലെങ്കിൽ ആ ബുക്കിംഗ് താനെ റദ്ദായി പോകുന്നതാണ്. കാരണം പ്രളയബാധിത പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് കാരണം 3-4 ദിവസം സമയമെടുത്താണ് വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പലരുടെയും മുൻകൂട്ടിയുള്ള ബുക്കിംഗ് ക്യാൻസൽ ആവുകയും ചെയ്യുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ചില വിതരണക്കാർ ഗ്യാസ് സിലിണ്ടറുകൾ അധിക വില ഈടാക്കുന്നു എന്ന പരാതികൾ ഉയരുന്നുണ്ട്. ഇതുപോലുള്ള പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്ന പരാതി പരിഹാര സെല്ലിന്റെ പ്രത്യേക നമ്പറുകളിൽ വിളിച്ചുകൊണ്ട് ഉപഭോക്താക്കൾക്ക് ഉടനടി തന്നെ പരാതി നൽകാവുന്നതാണ്. ഗ്യാസ് ഏജൻസി ഓഫീസിൽ നിന്ന് 5 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യ ഡെലിവറിയും അതിനുശേഷം വരുന്ന ഓരോ 5 കിലോമീറ്ററിനും നിശ്ചിത തുക, അതായത് 10, 20, 30 രൂപ എന്നിങ്ങനെ മാത്രമാണ് അഡീഷണൽ ഡെലിവറി ചാർജ് ആയിട്ട് ഈടാക്കാൻ നിയമമുള്ളത്. ഏജൻസിയിൽ നിന്നും വീട്ടിലേക്കുള്ള കൃത്യമായ ദൂരം മനസ്സിലാക്കിയിരിക്കുക. കൂടാതെ ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്ത് മാത്രം വാങ്ങാനും വാങ്ങുമ്പോൾ കൃത്യമായ ബില്ല് ചോദിച്ച് വാങ്ങി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തുക മാത്രം നൽകാനും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുതേ.